ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഐ തിങ്ക് എനിക്ക് ഈ 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 1 വീക്കായിട്ട് കുറേ ന്യൂസ് ഇസ് കമ്മിങ് അബൌട്ട് TCS ആൻഡ് ലേയിങ് ഓഫ് പീപ്പിൾ ആൻഡ് കുറേ ജോബ് ഇൻസെക്യൂരിറ്റീസ് കുറേ വരുന്നുണ്ട്. അപ്പം ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്, സോ വൺസ് അഗെയിൻ വെൽക്കം ടു MAD++ പോഡ്കാസ്റ്റ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് അരവിന്ദും ഉണ്ട്, അരുണും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുള്ളി ഇതിനെക്കുറിച്ചായിരിക്കും. എനിക്കറിയാം കുറേ പേർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പോപ്പപ്പ് ചെയ്യുന്നുണ്ട്, ലൈക്ക് എന്തായിരിക്കും AI നമ്മളെ വാട്ട് ഈസ് ദ ഹാം ദാറ്റ് AI ഇസ് ഗോയിങ് ടു ഡു ഓൺ us, റൈറ്റ്? അപ്പം നമ്മുടെ ജോബ് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, കുറേ ആൾക്കാർക്ക് അപ്സ്കിൽ ചെയ്യാനുള്ള ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പം എന്താ അരവിന്ദിന് എന്താണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങൾ എവിടെയെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഷിഫ്റ്റ് കാണുന്നുണ്ടോ? എന്താണ്? നീ അല്ലേ പുതിയ ഹയർ, നീ ഒരു പുതിയ കമ്പനിയിലോട്ടൊക്കെ മാറിയല്ലോ. അപ്പോൾ നീ എന്താണ്, നിന്റെ എക്സ്പീരിയൻസ് എന്താണ്? എനിക്ക് തോന്നുന്നു ഹയറിങ് മാർക്കറ്റ് എനിക്ക് തോന്നുന്നു ഇച്ചിരി ഡൗൺ ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുമ്പ് വരെ കുറച്ചുകൂടെ എംപ്ലോയീസ് മാർക്കറ്റ് ആയിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എംപ്ലോയേഴ്സ് മാർക്കറ്റ് ആയിന്ന്. എല്ലാം വന്നോണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് മേ ബി കുറച്ച് നാൾ മുമ്പ് വരെ കമ്പനി ചിലപ്പം കുറച്ച് ഓവർ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ 14 ആൾക്കാർ വേണെടുത്ത് അവർ ചിലപ്പോൾ ഒരു 20 ഹയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം എക്കണോമിക്സും കാര്യങ്ങളും എല്ലാം കുറച്ച് പ്രശ്നമായപ്പം മേ ബി അവർക്കത് മനസ്സിലായി, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ അപ്പാരൻ്റ് ആയി. അപ്പോൾ അവർക്ക് ഒരു എക്സ്ക്യൂസ് വേണം മേ ബി ഈ കുറച്ച് ആൾക്കാരെ ഒന്ന് പറഞ്ഞു വിടാൻ. ഇപ്പോൾ ബേസിക്കലി ഞാനാണെങ്കിലും നമ്മുടെ പപ്പ, ലൈക്ക് നമ്മുടെ പപ്പയാണോ, ലൈക്ക് ജനറലി ഓൾ ആർ പേരൻസ് നമുക്കൊരു തോന്നലുണ്ട്, ലൈക്ക് TCS ഇൻഫോസിസ് സ്റ്റേബിൾ ആണ്, ഗവൺമെന്റ് കമ്പനിയാണ്. അപ്പോൾ അവിടെ നമ്മളെ കേട്ടിട്ടുണ്ട്, എൻ്റെ മോൻ TCS എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം പക്ഷെ ആ ഒരു എൻറ്റയർ വേൾഡിന് ഒരു ചേഞ്ച് വരുമോ? കാരണം ഇപ്പോൾ ഈ ഒരു ന്യൂസൊക്കെ വന്നപ്പോൾ തന്നെ ഞാനും ഷോക്ക്ഡ് ആയിരുന്നു. ബിക്കോസ് ഒരു 2% എന്നുണ്ടെങ്കിൽ പോലും ലൈക്ക് 12,000 ഇസ് എ ബിഗ് നമ്പർ ടു ലേ ഓഫ് അറ്റ് വൺ ഗോ. പക്ഷെ ഞാൻ കേട്ടായിരുന്നു ഇങ്ങനെ, നിങ്ങൾക്ക് ഈ ബെഞ്ചിങ് അറിയത്തില്ല, അപ്പം നമ്മൾ പ്രോജക്റ്റ് ഇല്ലെങ്കിൽ ബെഞ്ചിലിരിക്കും. അപ്പം TCS വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക്, ഈ കമ്പനിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബെഞ്ചിൽ ഇരിക്കുവാണെങ്കിൽ പോലും യു വുഡ് ബി പെയ്ഡ് ദ സാലറി ആൻഡ് ആ സമയത്തേക്ക് അപ്സ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറെ പ്രോജക്റ്റ് ചെയ്യാം. പക്ഷെ അപ്സ്കിൽ എനിക്കറിയത്തില്ല ചെയ്യുന്നുണ്ടോ ആക്റ്റീവ്ലി എന്ന്. പക്ഷെ കുറെ പേര് അവിടെ നിൽക്കും ആൻഡ് യു വിൽ ബി പെയ്ഡ് എ മിനിമം സാലറി ആൻഡ് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദർ ആർ പീപ്പിൾ ഹു ഹാവ് നോട്ട് ഗോട്ട് പ്രോജക്ട്സ് ഫോർ അറൌണ്ട് 3 years 4 years. ഉണ്ട് അത് ഞാനും. സോ വാട്ട് ദേ ഡിഡ്, ഇന്റേണൽ അല്ല, ബേസിക്കലി ഞാൻ അറിഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ ഷിഫ്റ്റ് ഈ കമ്പനീസ് എന്തോ ചെയ്ത് അവർ ലിസ്റ്റ് ഓഫ് പീപ്പിളിനെ എടുത്തു, ലൈക്ക് ഹൂഎവർ ഇസ് ഓൺ ദ ബെഞ്ച്, ലൈക്ക് വിതൗട്ട് എനി പ്രോജക്ട്സ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ദാറ്റ് ആഡഡ് അപ്പ് ടു ലൈക്ക് ദിസ് ബിഗ് നമ്പർ, 12,000. ബിഗ് നമ്പർ, ആൻഡ് ദേ വോണ്ട് ടു ലേ ഓഫ് ബിക്കോസ് അവരെ ഇനിയും വെച്ചോണ്ടിരുന്ന അവർക്ക് വലിയ ഇതില്ല. പക്ഷെ ഇത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. സോ ദർ ആർ കമ്പനീസ്, ചില കമ്പനീസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 6 months ബെഞ്ചിൽ ഇരിക്കുവാണെങ്കിൽ അവരെ ഓട്ടോമാറ്റിക്കലി അവര് പെർഫോമൻസ് അല്ലല്ല, ദേ ആർ ഓൾ ഇപ്പം UST പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് പ്ലാൻ. അപ്പം ബേസിക്കലി അവരെ അങ്ങ് കട്ട് ഓഫ് ചെയ്യും. എന്ന് വെച്ചാൽ അവരോട് പറയും ലൈക്ക് 2 months നമുക്ക് ബെഞ്ചിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. വിത്തിൻ 2 months ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ പ്രോജക്ട് യു വിൽ ബി ഫയർഡ്, അല്ല യു വിൽ ബി ഔട്ട്. ആ 2 months അല്ലല്ല, ആ 2 months നോട്ടീസ് പീരീഡ് ആയിട്ട് കണക്ക് കൂട്ടും. നോട്ട് പ്രോജക്ട് ഇല്ലെങ്കിൽ 2 months നോട്ടീസ് പീരീഡ്. അപ്പൊ 2 months നോട്ടീസ് പീരീഡ് സെർവ് ചെയ്ത് നീ ഫയർഡ് അല്ലല്ലോ, നീ കംപ്ലീറ്റ് ചെയ്തു. ബേസിക്കലി നമ്മള് റിസൈൻ ചെയ്യുന്ന പോലെ മനസ്സിലായി. അപ്പൊ 2 monthsനുള്ളിൽ നമ്മൾ അത് കണ്ടുപിടിക്കണം. പക്ഷെ TCS why people are considered to be a stable job, they didn't do that. അപ്പൊ നീ ഒരു സേഫ്റ്റി ഉണ്ട്. ഈ ലേ ഓഫ് TCS ഫസ്റ്റ് ടൈം ആയിട്ടാണ് ചെയ്യുന്നത് അതോ റെയർ വൺസ് ഇൻ എ ലൈഫ്? ലൈക്ക് ഭയങ്കര റെയർ ആയിരുന്നു. എന്ന് വെച്ചാൽ സീനിയർ ആൻഡ് മിഡ് ലെവലിനെ ഫയർ ചെയ്യുക, അത് ഭയങ്കര റെയർ ആയിരുന്നു. അതുകൊണ്ടല്ലേ എല്ലാവർക്കും അതൊരു സഡൻ ന്യൂസ് ആയി മാറി. എന്ന് വെച്ചാൽ ലൈക്ക് ഒരു ബിഗ് ഷോക്ക് ആയിരുന്നു. ലൈക്ക് ഹൗ ക്യാൻ, നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ഞാൻ ആക്ച്വലി ഓർക്കുന്നുണ്ട്, എനിക്ക് TCS മറ്റേ ഒരു ഓഫർ ഉണ്ടായിരുന്നല്ലോ, മറ്റേ കോളേജ് പ്ലേസ്മെന്റ്.
അപ്പം ഞാനിങ്ങനെ നാട്ടിൽ ആരോടോ ഇങ്ങനെ പറഞ്ഞു ഞാൻ TCS പോകുന്നില്ല. അപ്പം അന്ന് പുള്ളി പറഞ്ഞത് എന്ത് മണ്ടത്തരം കാണിക്കുന്നത്, ടാറ്റയിൽ ജോലി കിട്ടിയിട്ട് പോകുന്നില്ലല്ലോ. ഭയങ്കര ബ്രാൻഡ് ഇമേജ് അല്ലേ TCSന്റെ? ആണോ, ബിക്കോസ് അന്നത്തെ കാലത്ത് ഒരു സ്റ്റേറ്റസും കൂടെ ലൈക്ക് നമ്മുടെ സൈഡിൽ ഗൂഗിൾ എന്നൊക്കെ പറയുന്നത് ഫോർ എൻ ഇന്ത്യൻ ഇറ്റ്സ് ലൈക്ക് വർക്കിംഗ് അണ്ടർ TCS ഇസ് ഓൾസോ സ്റ്റേറ്റസ്, മാരേജ് ഡിമാൻഡ്. മോൻ TCSൽ വർക്ക് ചെയ്യുന്ന ടെക്നോപാർക്ക്, സോ ദേ ഡോണ്ട് ഈവൻ സേ TCS റൈറ്റ്, ലൈക്ക് ടെക്നോപാർക്കില്ല ഇൻഫോ പാർക്കില്ല, അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഒരു ഡിമാൻഡും കൂടെ കൂടും. അപ്പോ ബട്ട് ഇതൊരു ഷോക്കായിരുന്നു. ആൻഡ് കുറെ എംപ്ലോയീസ് എനിക്കൊന്ന്, പക്ഷെ എനിക്കൊന്ന് ഒരു മാനേജ്മെന്റ് ലെവലിനെയാണ് അവർ ഇതുവരെയും ഫോക്കസ് ചെയ്തത്. ആൻഡ് സോ ഐ തിങ്ക് ചിലപ്പം ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ AI ഒരു ഇച്ചിരി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ന്യൂസ് റിലീസിൽ തോന്നുന്നു AI did not affect this decision അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട്. അത് അവർ പെർഫോമൻസ് നോക്കിയിട്ടാണ് അവര് ഇത് ചെയ്തത്. ആൻഡ് ദേ ആർ അവര് ബേസിക്കലി അതിനകത്തൊരു ലൈൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ they are letting go of these people because they feel a skill gap. അങ്ങനെ അവർ ടേം ചെയ്തു. And they are and TCS as a company is moving to an AI first kind of company and they find these people as a skill gap. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പിന്നെ എനിക്ക് തോന്നുന്നു ഒരു എക്കണോമിക്സിന് ഒരു ഫാക്ടർ ഉണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് ഇപ്പം മറ്റേ US മാർക്കറ്റ് AI എല്ലാം വന്നോണ്ട് കുറെ സാധനം നമ്മുടെ ഇവിടെ ഓഫ് ഷോർ അവരുടെ വർക്ക് നമുക്ക് തന്നേക്കുമായിരുന്നല്ലോ. അതും ലൈക്ക് വെരി സ്ട്രേറ്റ് ഫോർവേഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം AI വന്നുകൊണ്ട് മേ ബി അത് അവർക്ക് അവിടെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും ലൈക്ക് ഡൗൺ ദ ലൈൻ. അപ്പം മേ ബി TCS അതിനുവേണ്ടി ബ്രേസ് ചെയ്യുമായിരിക്കും, മനസ്സിലായോ? ബിക്കോസ് അവർക്കപ്പം ഇത്രയും വർക്ക് ഫോഴ്സിന്റെ ആവശ്യം വരത്തില്ലായിരിക്കും മേ ബി ഡൗൺ ദ ലൈൻ. അതാവാം, കുഡ് ബി. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു എല്ലാവരുടെ ഹയറിംഗ് പാറ്റേൺസും നമുക്ക് ഇച്ചിരി മാറാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ലൈക്ക് ഒരു ഇച്ചിരി ഇപ്പം നിങ്ങൾ ആ ന്യൂസ് കണ്ടായിരുന്നു, മറ്റേ മെറ്റ സ്റ്റാർട്ടഡ് ഇൻട്രൊഡ്യൂസിങ്. അപ്പം മെറ്റ ഗൂഗിളിലൊക്കെ നമ്മൾ എന്തോത്തിനാ ഫേമസ്, ബേസിക്കലി അവരുടെ എല്ലാ റൗണ്ട്സിലും ഡേറ്റ സ്ട്രക്ചർ ഉണ്ട്. ആ ഡേറ്റ സ്ട്രക്ചേഴ്സ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ ടു ദെയർ റൗണ്ട്സ് ആണ്. അപ്പം ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ഇസ് വാട്ട് യു ഹയർ. പക്ഷെ മെറ്റ ഇപ്പം ഈ ഇടയ്ക്ക് പോളിസി ചേഞ്ച് ചെയ്യുക, അവര് ദേ എൻകറേജ് ChatGPT ടു ബി യൂസ്ഡ്, ഓർ ChatGPT അല്ല LLMs ടു ബി യൂസ്ഡ് ഇൻ ടു ദെയർ ഡ്യൂറിംഗ് വാട്ട് ലൈക്ക് ഇന്റർവ്യൂസ്. ഓക്കേ, അപ്പം ഒരു ഇന്റർവ്യൂ പാറ്റേണിലും ഒരു ഷിഫ്റ്റ് ഞാൻ വായിച്ച് കണ്ട് ലൈക്ക് ഒബ്സർവ് ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും റീസെന്റ് ഇന്റർവ്യൂസ്? എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്റർവ്യൂസിനകത്ത് ഒരു സാധനം, ഒരു ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമാണ്. ലൈക്ക് ഇന്റർവ്യൂവറിന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈമും ഇന്റർവ്യൂവിന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈമും ലിമിറ്റഡാണ്. അതുകൊണ്ടാണ് ലൈക്ക് നമ്മൾ 1 hour അല്ലെങ്കിൽ 30 minutes ഒക്കെ ഇന്റർവ്യൂ എടുക്കാം. നമുക്ക് ഒരിക്കലും ഒരു ദിവസം ഫുൾ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ 1 hourൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും ലിമിറ്റഡാണ്. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കും നേരത്തെ ഡേറ്റ സ്ട്രക്ചേഴ്സിന് അൽഗോരിതംസ് അവർ ഇവാലുവേറ്റ് ചെയ്തില്ല. ബിക്കോസ് അതൊരു ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ആണ്. അതിന് മേ ബി ഇത്ര IQന് മണ്ടയിലോ അല്ലെങ്കിൽ ഇത്ര മെന്റൽ സാധനം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കാം. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. പക്ഷെ മേ ബി അങ്ങനെ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ അതൊരിക്കലും പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല ആ ഒരു ഹയറിംഗ് മെത്തേഡ്. ബട്ട് ആ ഒരു മേ ബി ഒരു ട്രേഡ് ഓഫ് ആയിരിക്കും. ആ ടൈം പ്ലസ് യുനോ എഫേർട്ടിന് ഇന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് ഒരു ട്രേഡ് ഓഫ് ആയിരുന്നായിരിക്കാം. പക്ഷെ എനിക്കൊന്ന് LLM ഒക്കെ വന്നു കഴിയുമ്പം അത് കുറച്ചുകൂടി ഈ പ്രോസസ്സിനെ, ഈ കോഡിങ് പ്രോസസ്സിനെ കുറച്ചുകൂടി ആക്സിലറേറ്റ് ചെയ്യും. അപ്പം നമുക്ക് ആ 1 hourൽ കുറച്ചുകൂടി ആൾക്കാർ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫോർ എക്സാമ്പിൾ ഒരു end-to-end സാധനം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു യൂഷ്വലി ഇത് ലൈക്ക് ടേക്ക് ഹോം പ്രോജക്റ്റ് ആയിട്ടല്ലേ കൊടുത്തോണ്ടിരുന്നത്. മേ ബി ടേക്ക് ഹോം പ്രോജക്റ്റിനകത്താണെങ്കിൽ വാലിഡിറ്റി കുറവാണ്. ബേസിക്കലി നമുക്കറിയാം ഇപ്പൊ, ബിക്കോസ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഞാനിപ്പോൾ ടേക്ക് ഹോം പ്രോജക്റ്റ് കൊടുത്തു ഒരാളെ ഹയർ ചെയ്യാൻ വേണ്ടി. ലിറ്ററലി ഐ എം സീയിങ് ദ സെയിം കോഡ് ഇൻ ആൻഡ് ഔട്ട്, സെയിം ഓവർ ദി പ്രോജക്റ്റ്, സെയിം കമന്റ്സ്. സോ നൗ ദ പ്രോബ്ലം ഇസ് എന്തോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എൻ ഇവാലുവേറ്റർ യു ആർ സ്റ്റിൽ ലാക്കിംഗ്. നമുക്കൊരു ജഡ്ജ്മെന്റ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ. അപ്പൊ ഈ കേസിൽ എനിക്ക് തോന്നുന്നു ഇന്റർ കാൻഡിഡേറ്റും നീടെ ഇരുന്ന് മേ ബി ഗോ ത്രൂ ദ കോഡ് ബേസ് അങ്ങനെ എന്തെങ്കിലും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പൊ ആ ടേക്ക് ഹോം പ്രോജക്റ്റിന്റെ ആ എസൻസ് അവിടെ നഷ്ടപ്പെട്ടു. പക്ഷേ അതുപോലെ അതല്ല, ടേക്ക് ഹോം പ്രോജക്റ്റ് നമ്മൾ എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ ഒരു 1 step പ്രിലിമിനറി റൗണ്ട് പോലെയാണ്. എന്ന് വെച്ചാൽ
ഇവൻ എത്രത്തോളം ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞത് ചെയ്യും. ഓക്കെ, വൺ ഇസ് ദാറ്റ്. സെക്കൻഡ് ഇസ് വാട്ട് ഇസ് ഹിസ് കോഡ് ലെവൽ. ഇപ്പൊ ഹെൽപ്പ് എടുത്തെങ്കിൽ പോലും ഗൂഗിൾ സ്റ്റാക്ക് ഓവർഫ്ലോ എടുത്തെങ്കിൽ പോലും what to an extent you can evaluate how much he or she was able to do it. അപ്പം ഇത് LLMs വന്നോണ്ട് ഈ ഒരു വാലിഡിറ്റി നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് എല്ലാവരും ആ ഫീച്ചേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, എനിക്കൊന്ന് ഫീച്ചർ കംപ്ലീറ്റ്നെസ്സിനെ അപ്പൊ ഇവാലുവേറ്റ് ചെയ്യരുത്. ലൈക്ക് നമുക്ക് ആ കോഡ് ബേസ് ലൈക്ക് ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇതെങ്ങനെയാ ഈ കോഡ് ബേസ് ഇരിക്കുന്നത്. അതിനകത്തൊരു ചേഞ്ച് വരുത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പം എന്റെ പ്രോബ്ലം മനസ്സിലായില്ല എന്ന് വെച്ചാൽ 10 റെസ്യൂമേ ഞാൻ സെൻഡ് ചെയ്തു. ടേക്ക് ഹോമിനകത്ത് എന്തോ നടക്കുന്ന വെച്ചാൽ ഈ 10 പേരിനകത്തൊന്നും നമുക്കൊരു 3 പേരെ ഇതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളായിരിക്കും. അപ്പൊ നമുക്ക് 10-നകത്തുനിന്ന് 3 പേരെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് കിട്ടി. അതിനകത്ത് നമുക്ക് 1 or 2 എടുക്കാം. ഓക്കെ, ആഫ്റ്റർ ദ ഇന്റർവ്യൂ. നൗ ദ പ്രോബ്ലം ഇസ് നീ 10 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ 10 പേര് ഇത് സബ്മിറ്റും ചെയ്യും, എല്ലാം കംപ്ലീറ്റും ചെയ്യും. സോ യു ആർ നോട്ട് ഏബിൾ ടു കട്ട് ഇറ്റ് ഡൗൺ. എന്ന് വെച്ചാൽ ആ 10-നകത്തൊന്നും എനിക്ക് ആ 3 കിട്ടത്തില്ല. അപ്പം ഇപ്പം ആ ടേക്ക് ഹോം പ്രോജക്റ്റ് എനിക്കൊരു ലോസ് ഓഫ് ടൈം. അതിനേക്കാളും ഭേദം ഇപ്പൊ നീ പറഞ്ഞ പോലെ ഡയറക്ട്ലി അവരുടെ അടുത്ത് പോവുക, എന്നിട്ട് ചേഞ്ചസ് ഒരു കോഡ് ബേസിൽ നമ്മൾ കൊടുക്കുക, അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക ഈ ഫീച്ചർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്നിട്ട് അവരോട് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഇപ്പൊ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് വിത്ത് LLMs ഇൻ ടു പ്ലേസ്. അപ്പൊ നമുക്ക് കാണാം ഇവൻ he or she is it understanding ആണോ അവരെങ്ങനെയാ ചെയ്യുന്നത്. പക്ഷേ ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട് ടു നാവിഗേറ്റ് എ കോഡ് ബേസ് വിത്തിൻ an hour. അല്ലല്ല, ഫുൾ കോഡ് ബേസ് അല്ല. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഒരു കോഡ് ബേസിനകത്ത് ഒരു സെർച്ച് ഫംഗ്ഷനാലിറ്റി ആണ്. അപ്പം ആസ് എ നോർമൽ ഡെവലപ്പർ നമുക്കറിയാം സെർച്ച് എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പൊ ഫസ്റ്റ് ഞാൻ നോക്കുന്നത് വെച്ചാൽ ഇവൻ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവൾ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ലൈക്ക് ഇസ് ദീസ് ആർ ദ ഫംഗ്ഷനാലിറ്റി ഓർ റിക്വയർമെന്റ് ഓഫ് എ സെർച്ച്, വാട്ട് ഡസ് ദ സെർച്ച് ഡു. ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ സെർച്ച് ചെയ്ത് കിട്ടണം. അപ്പം ആ ഒരു ഫംഗ്ഷൻ മാത്രം ആയിരിക്കും നമ്മുടെ ഇവാലുവേഷൻ പേർപ്പസ്. അതിന്റെ റിക്വയർമെന്റ്സ് എങ്ങനെയായിരിക്കും, തോട്ട്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ എഡ്ജ് കേസസ് കൊടുക്കുന്നുണ്ട്. സോ ഹി ഓർ ഷീ ഡസന്റ് ഹാവ് ടു ഗോ ത്രൂ ദി എൻറ്റയർ കോഡ് ബേസ്, ജസ്റ്റ് എ ഫംഗ്ഷൻ, പാർട്ട് ഓഫ് ഇറ്റ്. മറ്റേത് ആ ടേക്ക് ഹോം എനിക്ക് ഭയങ്കരമായിട്ടും പണി കിട്ടി. എന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ 10 പേർക്ക് അയച്ചു കഴിഞ്ഞാൽ 10 പേര് സബ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ 20 പേർക്ക് അയച്ചു കഴിഞ്ഞാൽ 20 പേരും സബ്മിറ്റ് ചെയ്യും. അവർ സബ്മിറ്റ് ചെയ്തോട്ടെ. പക്ഷേ ഇപ്പം നമ്മൾ എല്ലാ സൊല്യൂഷനും ലൈക്ക് സിമിലർ ആയിരിക്കുമോ? ലൈക്ക് എല്ലാവരും ഒരേ വേയിൽ ചെയ്യത്തുള്ളൂ? ഒരേ വേയിലാണ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദം. എന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് ഞാൻ കഷ്ടപ്പെട്ട് കുറെ ഡിഫറൻസസ് കണ്ടുപിടിച്ചിട്ടാണ് ഒരു അപ്രോക്സിമേഷനിൽ ആണ് ഞാൻ പറയുന്നത് വിൽ കോൾ ദിസ് പർട്ടിക്കുലർ പേഴ്സൺ. അല്ല, നമുക്ക് വേണമെങ്കിൽ ഇപ്പം നമുക്ക് 10 സബ്മിഷൻസ് കിട്ടി. 10 സബ്മിഷൻസ് നമ്മളൊരു LLM കൊടുത്തിട്ട് ഇതിനകത്തൊന്ന് എന്തോ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള അപ്രോച്ച് അതാ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ അത് ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ് ഇല്ല. നമ്മുടെ നേരത്തെ കാലത്ത് ടേക്ക് ഹോം എന്ന് പറഞ്ഞ തന്നെ ഒരു ടാസ്ക് ആയിരുന്നു. ആൻഡ് ദേ കുഡ് ഇവാലുവേറ്റ് ഓൺ ദാറ്റ് ടാസ്ക് ആൻഡ് ഗെറ്റ് എൻ ആൻസർ ദാറ്റ് യു ആർ ഗുഡ് ബിക്കോസ് യു ഹാവ് ഡൺ ഓൾമോസ്റ്റ് ദിസ്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കൂടി. അപ്പം എനിക്ക് ജഡ്ജ് ചെയ്യാം. ഇവൻ പറഞ്ഞ പോലെ ഞാനും ഇപ്പൊ അത് തന്നെയാണ് ചെയ്യുന്നത്. ഇത്രയും ഇത് കൊടുത്തു. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ കോഡ് എഴുതുന്നത് മാറുന്ന പോലെ തന്നെ ഹയറിംഗിന്റെ രീതിയും ഇപ്പൊ അതനുസരിച്ച് മാറണം. അപ്പൊ ഞാനിപ്പം പണ്ടത്തെ പോലെ ഇവാലുവേറ്റ് ചെയ്യാൻ ഇന്നും ശ്രമിച്ചതിന് ചിലപ്പോൾ നടക്കത്തില്ല. കറക്റ്റ് ആണ്. അപ്പം എനിക്ക് ഈ ത്രൂ ഔട്ട് പ്രോസസ് എനിക്ക് മനസ്സിലായ ടേക്ക് ഹോം is not justifying my I am still partial to like അറ്റൻഡ് ചെയ്യാനാണെങ്കിലും ഇത് ചെയ്യാനാണ് ടേക്ക് ഹോം ആണ് ഞാൻ ലൈക്ക് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ നിന്റെ അത്ര വോളിയം ഇല്ല എനിക്ക്, അതാണ് എന്റെ ബേസിക്കലി ലൈക്ക് ഇവാലുവേറ്റിംഗ് എ സീനിയർ എഞ്ചിനീയർ മേ ബി ലൈക്ക് എനിക്ക് ഇച്ചിരൂടെ ടഫർ ഇച്ചിരൂടെ നീഷ് പ്രോബ്ലം സെറ്റ് തരാം. ആൻഡ് മേ ബി ലൈക്ക് സീനിയർ എഞ്ചിനീയേഴ്സ് എനിക്ക് ഇച്ചിരൂടെ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ലൈക്ക് മേ ബി ലൈക്ക് മോസ്റ്റ്ലി LLMs അവരൊരു ഇച്ചിരൂടെ ഓണസ്റ്റി അങ്ങനെ കുറെ വരും. പക്ഷെ ഐ എം ലുക്കിംഗ് ഔട്ട് ഫോർ ദ 1-2 years of experience, 1-2 experience കാറ്റഗറിയിൽ വാട്ട് ഐ എം സഫറിങ്. അപ്പം വാട്ട് ഐ ഡിഡ് ഇസ് ലൈക്ക് ആസ് യു മെൻഷൻഡ്, ഞാൻ ആ ടേക്ക് ഹോം പ്രോജക്റ്റിന്റെ ആ കോൺസെപ്റ്റ് അങ്ങ് നിർത്തി. ഓക്കെ, ആ എന്തായിരുന്നു ഞാൻ ടേക്ക് ഹോമിന് ഡിസൈഡ് ചെയ്ത് കൊടുക്കാൻ. ബേസിക്കലി അതിനകത്തുനിന്ന് ഒരു 2-3 ഫങ്ഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട് വിച്ച് ഇസ് കോമൺ. ലൈക് സെർച്ച് ഇസ് എ കോമൺ തിങ്. സെർച്ച് കോമൺ, പക്ഷേ സെർച്ച് ഇസ് ഡിഫിക്കൽട്ട് അല്ലേ? സെർച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷേ ഒരു കോമൺ പ്രോബ്ലം ആയതുകൊണ്ട് അതിന് സൊല്യൂഷൻ സിസ്റ്റം പോലെ സൊല്യൂഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇഷ്ടം പോലെ റിസോഴ്സസ് ഉണ്ട്. ആൻഡ് ദ വേ യു എക്സ്പ്ലെയിൻ ഓൾസോ വി വിൽ ഓൾസോ ഗെറ്റ് എ ക്ലാരിറ്റി. ഓക്കെ, ഇവൻ
this person taught to that extent. Okay, ഇതിങ്ങനെ ഹാൻഡിൽ ഓക്കെ ബേസിക്കലി അപ്പോൾ തോട്ട് പ്രോസസ് ഇവാലുവേറ്റ് എക്സാക്ട്ലി ചെയ്യുന്നത് തോട്ട് പ്രോസസ് ഇവാലുവേറ്റ് ചെയ്യുന്നു, ആ തോട്ട്സിനെ എങ്ങനെ അവൻ ലേ ഔട്ട് ചെയ്യുന്നു, ആൻഡ് ദെൻ ഹൗ യു ഇൻക്ലൂഡ് LLM into picture and correct yourself. സോ ആ ഒരു സ്റ്റൈലിലോട്ട് ഞാൻ മാറി. പക്ഷെ നിന്റെ ഹയറിംഗ് എക്സ്പീരിയൻസ് എന്തെങ്കിലും എങ്ങനെയായിരുന്നു? ലൈക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഹയറിംഗ് എക്സ്പീരിയൻസ് സ്പെസിഫിക്കലി അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ കൂടെ ആൾക്കാർ ഓൺ സൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഓൺ സൈറ്റ് ഇന്റർവ്യൂലോട്ട് rather than റിമോട്ട്ലി ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നതിന് പകരം അവർ ലൈക്ക് ഓൺ സൈറ്റ് വിളിച്ച് മേ ബി 1 ഡേയിലൊക്കെ ചിലപ്പം നേരത്തെ എനിക്ക് തോന്നുന്നു ഗൂഗിളിനൊക്കെ ഇന്റർവ്യൂസ് അങ്ങനെ ആയിരുന്നു, ലൈക്ക് വൈറ്റ് ബോർഡിങ് ഇന്റർവ്യൂസ് ആയിരുന്നു. അപ്പം അതിലോട്ട് മാറുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എന്തുവാ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കാര്യങ്ങളൊക്കെ അവർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. That's a fair point, because I have also heard that many people started doing that. They will give you access to എന്ന് വെച്ചാൽ എല്ലാത്തിനും ആക്സസ് മെഷീനിലൊക്കെ ആക്സസ് ഒക്കെ തരും, LLMs യൂസ് ചെയ്യും, പക്ഷെ ഫേസ് ടു ഫേസ്, which gives them more a confidence kind of thing. Okay, അപ്പം ഈ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓഡിയൻസിന് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഞാനൊരു ഫ്രഷറാണ് ഇപ്പം. ഞാനും ഓർക്കാറുണ്ട്, ലൈക്ക് നമ്മൾ പഠിച്ച സമയത്ത് ലൈക്ക് ഇറ്റ് വാസ് ഓൺ ദിസ് പെർസ്പെക്റ്റീവ് ഇറ്റ് ഈസ് എ ബിറ്റ് മോർ ഈസിയർ, ബിക്കോസ് ദർ വാസ് എന്ന് വെച്ചാൽ ബുക്സും യൂട്യൂബും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സ്റ്റാക്ക് ഓവർഫ്ലോ മാത്രമേ ഉള്ളൂ ഒരു ലേണിംഗ് പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ. ഇന്ന് വെച്ച് എല്ലാവർക്കും സെയിം ടൂൾസ് സെയിം പവർ ഡിസ്ട്രിബ്യൂട്ട് ആയി, എന്ന് വെച്ചാൽ LLM ഇസ് വൺ ഓഫ് ദ പവർഫുൾ ടൂൾസ്. അങ്ങനെ ആയപ്പോൾ കുറേ പേർക്ക് ഫ്രഷേഴ്സിന് ഈ ക്വസ്റ്റ്യൻ പോപ്പപ്പ് ചെയ്യും, ലൈക്ക് വാട്ട് ഇസ് മൈ റോൾ ഇഫ് ഐ എം ഗെറ്റിംഗ് ഇൻ ടു എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ സയൻസ്, ഇനിയും ജോലി കിട്ടാനുള്ള സാധ്യത എന്താ? ബിക്കോസ് എല്ലാവർക്കും ഈ ടൂൾസ് ഉണ്ട്, അപ്പൊ എനിക്ക് ഇത്രേ അറിയത്തുള്ളൂ, അപ്പം ഞാൻ ഈ കമ്പനിയിൽ എന്നെ വിളിക്കുമോ? ബിക്കോസ് അവർക്ക് ഓൾറെഡി അവർക്ക് ഇത് AI വെച്ച് ചെയ്യാം, AI വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പൊ അതിലെന്തുവാ നിങ്ങളുടെ തോട്ട് ഓൺ ദാറ്റ്? ലൈക്ക് ഹൗ ഷുഡ് ഇഫ് എ പേഴ്സൺ ഇസ് പാസിംഗ് ഔട്ട് ഫ്രം കോളേജ്? ബേസിക്കലി ദേ ഷുഡന്റ് ഗിവ് അപ്പ് സ്റ്റഡിങ്. എന്താണേലും അവർ ആ ബേസ് ഒക്കെ ബിൽഡ് ചെയ്യണം, എന്നാലേ ഒരു ഗ്രോത്ത് വരുള്ളൂ. പിന്നെ ഒരു കമ്പനീസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? ലൈക്ക് ആഫ്റ്റർ ഈ കുറച്ച് സീനിയർ ഡെവലപ്പേഴ്സ് പോയാൽ അവർക്ക് എവിടെ നിന്ന് ഡെവലപ്പേഴ്സിനെ കിട്ടുന്നത്? എനിക്ക് തോന്നുന്നു നിന്റെ കമ്പനി അങ്ങനല്ലേ വർക്ക് ചെയ്യുന്നത്? കൂടുതലും ഒരു കോളേജിൽ നിന്നും ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഹയർ ചെയ്യുന്നത്. അപ്പൊ അവരെ ട്രെയിൻ ചെയ്ത് വേണമെങ്കിലും ഇതല്ല. അപ്പം ആ എന്താ പറയുന്നത് സ്കോപ്പ് ഇപ്പോഴും ഉണ്ട്, ഐ തിങ്ക്. ബിക്കോസ് പക്ഷെ അപ്പൊ എവിടെ അപ്പൊ എന്താണ്, ലുക്ക് there are a lot of freshers who are not with job and they have been അവർക്ക് ജോലി ലൈക്ക് ജോലിക്ക് അവർ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പം, പക്ഷെ കിട്ടുന്നില്ല, ഓൾസേ വരുന്നില്ല. അതിലേക്ക് മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് എന്നല്ലേ ഉള്ളൂ. ഇറ്റ് കുഡ് ഇംപ്രൂവ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ലൈക്ക് നമ്മള് കോഡിങ് നമുക്ക് എത്രത്തോളം ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ ആ ഡൊമൈൻ അറിയാവുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു കുറച്ച് ഫണ്ടമെന്റൽ ക്വാളിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ എംപ്ലോയബിൾ ആയിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഏജൻസി, ടെനാസിറ്റി. പിന്നെ നമുക്കൊരു സാധനം തന്നു കഴിഞ്ഞാൽ അത് ചെയ്ത് തീർക്കണം. അത് ചെയ്ത് തീർക്കാനായിട്ട് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു ബാക്കിയുള്ളവരുമായിട്ട്. പക്ഷെ ഇതൊക്കെ ഒരു ജൂനിയറിന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ? ലൈക്ക് എനിക്കത് മനസ്സിലായത് ഈ ഒരു ചിലപ്പോൾ ഒരു ജൂനിയർ അവന് they have that ഒരു they would be working. എടാ അപ്പം ഞാൻ പറഞ്ഞത് ലൈക്ക് ആ ഒരു സ്കിൽസ് ഒരു ലെവലിംഗ് ഗ്രൗണ്ടിൽ എത്തിക്കഴിയുമ്പോൾ ബാക്കിയുള്ള സ്കിൽസ് ആയിരിക്കും കുറച്ചുകൂടി ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ നീ ലിസ്റ്റ് സ്കിൽസ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഞാൻ ജനറലി ലൈക്ക് ഇപ്പൊ നമ്മൾ നോക്കുക, നമുക്ക് ഒരു സ്കില്ലുള്ള ഒരു 10 പേരെ കിട്ടി, നമ്മളപ്പോ എന്തോ നാച്ചുറലി നമ്മൾ നോക്കുന്നത് അവരെ പിന്നെയും സ്റ്റാൻഡ് ഔട്ട് ചെയ്യിപ്പിക്കുന്ന എന്തോന്നല്ലേ നമ്മൾ നോക്കും. അപ്പൊ നമ്മൾ നോക്കിയത് 10 ഒരു കോഡിംഗ് എക്സാമ്പിൾസ് അല്ലെ കോഡിംഗ് സബ്മിഷൻസ് കിട്ടി, അതിനകത്ത് നമ്മൾ എന്തോ നോക്കുന്നില്ല എന്താണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്, ടെനിൽ എന്തുവാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം ആ നമ്മളെ എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യിപ്പിക്കാം എന്ന് വേണം നമ്മൾ പിന്നെ ചിന്തിക്കാൻ. അപ്പൊ അത് ഇൻ ഫോം ഓഫ് മേ ബി കുറച്ച് നമ്മൾ കോളേജിൽ തന്നെ ചിലപ്പം കുറച്ച് ഫ്രീലാൻസ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്തോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ റെസ്പോൺസിബിൾ ആണ്, അത്യാവശ്യം ഏജൻസി ഉണ്ട്, ഒരു കാര്യം തന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് പോയിന്റ്. പക്ഷേ സ്റ്റിൽ ഇൻ ടേംസ് ഓഫ് കോഡിംഗ് ആ ബേസ് ബിൽഡ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞു അത് ഗിവൺ ആണ്.
ലൈക്ക് യു ആർ എ ഗുഡ് എഞ്ചിനീയർ, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് ഗിവൺ ആണ്. അത് ലെവൽഡ് ആകുമ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞത്. നീ പറയുന്നത് ലൈക്ക് കോഡിംഗ് ബൈ ഡിഫോൾട്ട് അത് വേണം, there is no escape out of it, you need to be a good coder, good engineer. അതിനുപരി എല്ലാരും ഗുഡ് എഞ്ചിനീയർ, അങ്ങനെ കുറെ പേരുണ്ടായിരിക്കും ഗുഡ് എഞ്ചിനീയേഴ്സ്, അതിനകത്തുനിന്ന് നിന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഇത് ഫണ്ടമെന്റലി ട്രൂ ആണ് ഇപ്പോഴും. നമ്മളിപ്പോൾ നമ്മളിപ്പം വരുമ്പോഴും AI ഇല്ല, നമ്മൾ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ചെയ്യുമ്പോൾ AI ഇല്ല. പക്ഷെ അപ്പോഴും ലൈക്ക് നമ്മളെ ഇപ്പം എല്ലാവർക്കും ഒരു ബേസിക് ഫണ്ടമെന്റൽ കമ്പ്യൂട്ടർ സയൻസിന്റെ കാര്യങ്ങൾ അറിയാം. എല്ലാ കോളേജ് പാസ് ഔട്ട്സിനും അവര് ബേസിക്കലി കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ട്, മനസ്സിലായോ? അന്നേരം ഈ സെയിം കോമ്പറ്റീഷൻ ഉണ്ട്, മനസ്സിലായോ? പക്ഷെ ആ പാരാമീറ്റേഴ്സ് ഡിഫറെന്റ് ആവുന്നേ ഉള്ളൂ. ലൈക്ക് നമ്മളപ്പോ അന്നേരം സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളായിരിക്കും ചെയ്തിരുന്നത്, അല്ലെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആ ക്വാളിറ്റീസും കാര്യങ്ങളും ഡിഫറെന്റ് ആയിരിക്കും. അതെ. പക്ഷെ ഞാൻ എനിക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ഞാനിപ്പോ ഈ ഇങ്ങനെ ഒരു ടോക്ക് കേൾക്കുവാണെങ്കിലും എൻ്റെ തോട്ട് പ്രോസസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ഇവരൊക്കെ വലിയ ആൾക്കാരാ, ഇവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, ഇവർക്ക് ഓൾറെഡി ജോലി ഉണ്ടല്ലോ, ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ. സോ ദ പ്രോബ്ലം ഞാൻ പറഞ്ഞത് ഞാൻ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ചെയ്യുമ്പോഴാണ് എൻ്റെ മൈൻഡ് സെറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ് അന്നും നമ്മൾ ചിന്തിച്ചിരുന്നത് ഓക്കെ ബേസിക്കലി പർട്ടിക്കുലർലി ഇൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള ഒരു കൺട്രിയാണ്. ബിക്കോസ് നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ട് സെയിം ഏജ് ഗ്രൂപ്പ്. അതും ഇപ്പം നമ്മുടെ ഒരു പ്രൈവറ്റ് കോളേജിൽ, നമ്മൾ ഗവൺമെന്റ് കോളേജിൽ പോലും അല്ല. അപ്പം നമുക്ക് പിന്നെയും കോമ്പറ്റീഷനാണ്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യിപ്പിക്കാം, നമ്മളെങ്ങനെ സ്പെഷ്യൽ ആവുന്നു, നമുക്ക് എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം എനിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്തത് നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് ആക്സിലേറ്റർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു. അവിടെ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്തു. പിന്നെ നമുക്ക് ഹാക്കത്തോൺ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിലേക്ക് ഒരു ജെന്യുവിൻ പാഷൻ ഫോർ വാട്ട് എവർ ഡൊമൈൻ യു ആർ ഇൻ. മനസ്സിലായി? അതാണ് നമ്മളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇത് ഇപ്പം നമ്മൾ പക്ഷെ ഞാനിപ്പോൾ വേറെ കാര്യം കണ്ടതെന്ന് വെച്ചാൽ ദ തിങ് ഈസ് ചില ഇപ്പം ദ അതർ പോയിന്റ് ഇസ് എന്തോ പ്രശ്നം എന്ന് വെച്ചാൽ വേറെ ഒരു മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ടെക് ഇൻഡസ്ട്രിയിൽ ഒരു ഹൈപ്പ് കയറ്റി വെച്ചു. ഓക്കെ, ദാറ്റ് മീൻസ് ലൈക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആർ പെയ്ഡ് എക്സ് എമൗണ്ട് ഓഫ് മണി. അതുണ്ട്, ലൈക്ക് അതിനകത്ത് കുറച്ച് സത്യങ്ങളുണ്ട്, കുറച്ച് സത്യങ്ങൾ ഇല്ലാത്തതുണ്ട്. ലൈക്ക് ഇപ്പൊ മറ്റേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഒക്കെ അല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ അത് മേ ബി നടക്കുമായിരിക്കും ഒരു സമയത്ത്. പക്ഷേ അത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നത് ഫുൾ സത്യമാണെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ അതാണ് നമ്മുടെ ഒരു ഇമേജ് വരുന്നത്. ഓക്കെ, അപ്പം ബേസിക്കലി നമ്മളിപ്പം ഏതെങ്കിലും നമ്മൾ ലിസൺ ചെയ്യുന്ന ഫ്രഷേഴ്സ് ഉണ്ടെങ്കിൽ വാട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എ ജോബ് റിസ്ക് പോലെ നിങ്ങൾ കൺസിഡർ ചെയ്ത് നിങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ദ തിങ് ഈസ് ബേസിക്കലി അന്നും ഇന്നും എല്ലാം സെയിം ആണ്. ഇപ്പം ഇച്ചിരൂടെ കോമ്പറ്റീഷൻ കൂടി ആയിരിക്കും ബിക്കോസ് ഓഫ് AI. ബട്ട് വാട്ട് വി വുഡ് സേ ഈസ് ലൈക്ക് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തായാലും അറിയാം. നമ്മൾ ഏത് ഫീൽഡിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ കോഡിങ് ആണെങ്കിൽ ആ കോഡിങ് നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ഫണ്ടമെൻ്റൽ ലെയർ എപ്പോഴും ഫേം ആയിരിക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ആഡ് ഓൺസും കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ യുവർ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ഓണർഷിപ്പ്, നിങ്ങളുടെ കേപ്പബിലിറ്റി ഓഫ് ആൻസറിങ് ദ ക്വസ്റ്റ്യൻ, റിക്വയർമെൻറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, ഇത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതാണിപ്പോൾ ഇൻഡസ്ട്രിക്ക് വേണ്ടത്. എത്രത്തോളം നിങ്ങൾക്കൊരു റിക്വയർമെൻറ്റ് ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഞങ്ങൾക്ക് തരും, അതിനുള്ള ഓണർഷിപ്പ് വാല്യൂ നിങ്ങൾക്കുണ്ടോ. പിന്നെ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു സാധനമാണ്, ഫോളോ ചെയ്യുന്നതല്ല, ഞാനിപ്പോൾ ഒരു യാഡ് സ്റ്റിക്ക് ആയിട്ട് വെക്കുന്നതാണ്. ഇപ്പം നമുക്കൊരു സാധനം അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു ഇന്നൊരു പെർട്ടിക്കുലർ റോളിൽ ജോലി മേടിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ബേസിക്കലി ചിന്തിക്കുന്നത് അതിൻ്റെ മേളിലുള്ള ജോബ് പോസ്റ്റിംഗ് നോക്കുക. ഇപ്പം നിനക്കൊരു ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണ്ടേ, ഒരു സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ജോബ് പോസ്റ്റിംഗ് നോക്കുക. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ സ്കിൽസാണ് അവർ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പം അതിലേക്ക് ഓൾറെഡി നമ്മൾ എത്താനായിട്ട് കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കണം.
അപ്പം നമ്മൾ ഓൾറെഡി അതിന് താഴെയുള്ള ലെവലിലേക്ക് കുറച്ച് എത്തിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആ ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുമ്പം ലൈക്ക് നമ്മൾ പറയുന്ന സാധനം നമ്മൾ ആ ഒരു പാത്ത് വേയിലാ എന്ന ഇന്റർവ്യൂവിന് മനസ്സിലാവണം. അപ്പോൾ അങ്ങനെ അതെ, അപ്പം അത് കൺവേ ചെയ്യാൻ എന്തോ എനിക്ക് മനസ്സിലാക്കുന്നത് ഓൾറെഡി ഇയാള് ഒരു നെക്സ്റ്റ് ലെവലിലേക്കുള്ള എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പൊ ഇയാള് ഞാൻ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി നെക്സ്റ്റ് ലെവലിലോട്ടുള്ള ഒരാളെയും കൂടെ നെക്സ്റ്റ് 2 years ആവുന്നതിൽ എനിക്ക് കിട്ടും. അപ്പൊ നമ്മളൊരു അഷ്വറൻസ് കൊടുക്കുന്ന നോക്കി ഞാനൊരു ലോങ് ടേം അസറ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്റർവ്യൂവറിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇനി ഒരു ജോബ് ഷിഫ്റ്റ് ലൈക്ക് വാട്ട് ഡു യു റെക്കമെൻഡ്? ഇപ്പൊ ഈ ഒരു സമയത്ത് ജോബ് ഷിഫ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ അതോ ഇറ്റ്സ് എ ബാഡ് ടൈം, ഗുഡ് ടൈം, വാട്ട് ഇസ് ഇറ്റ്? ഞാൻ എക്സ്പേർട്ട് ഒപ്പീനിയൻ ഒന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു ബേസിക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫീൽഡിൽ ബെസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ടോപ്പ് 1%ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഡിമാൻഡുണ്ട്. ലൈക്ക് ഒരു ടോപ്പ് 1% ഷെഫിന് എപ്പോഴും ഡിമാൻഡുണ്ട്, ടോപ്പ് 1% എഞ്ചിനീയറിന് എപ്പോഴും ഡിമാൻഡുണ്ട്. അപ്പം ആ ടോപ്പ് 1%ലാവാനായിട്ട് നമ്മൾ സ്ട്രൈവ് ചെയ്യണം. അത് ചിലപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടാകത്തില്ല, പക്ഷെ അങ്ങോട്ട് സ്ട്രൈവ് ചെയ്താൽ നമുക്ക് എപ്പോഴും ഡിമാൻഡും ഓപ്പർച്യൂണിറ്റീസും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Shifting and all that. I think it's fine. Like I think it's up to the person's decision. ആൾക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെ വർക്ക് ടുവേർഡ്സ് ഇറ്റ്, ട്രൈ ടു ജംപ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരാൾ പുതിയൊരു ജോബിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു AI വേൾഡിൽ അവരെന്തൊക്കെ കൺസിഡർ ചെയ്യണം ഒരു പ്രിപ്പറേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഫ്രം എ മിഡ് ടു സീനിയർ ലെവൽ എഞ്ചിനീയർ ഓർ മേ ബി ലിറ്റിൽ മോർ ജൂനിയർ? അവർ എന്തായിരിക്കും അവർ പ്രിപ്പയർ ചെയ്യേണ്ടത്? ലൈക്ക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മാറ്റണോ അതോ പണ്ടത്തെ പോലെ പ്രിപ്പയർ ചെയ്താൽ മതിയോ ഈ ഒരു ടൈമിൽ? ഐ മീൻ ഇപ്പോഴും ഇന്റർവ്യൂസ് somewhat similar patterns ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ഡേറ്റ സ്ട്രക്ചർ, ടേക്ക് ഹോം പ്രോജക്ട്സ്, വട്ട് എവർ. അപ്പം നമുക്കത് എല്ലാം വെച്ച് ആക്സലറേറ്റ് ചെയ്യാം സ്റ്റഡി പാത്തും കാര്യങ്ങളും. അപ്പോൾ ഈ ഇതെല്ലാം കവർ ചെയ്യുക, കുറേ ഇന്റർവ്യൂസ് ഗിവ് ചെയ്യുക ആസ് പ്രാക്ടീസ്. ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ഫൈൻ. പിന്നെ എന്നോട് എന്തോ പാസ്സാകും അതല്ല, ബേസിക്കലി നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്തോ സംഭവിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ റെക്കമെൻഡ് ആയിട്ടുള്ള ഒരാളാണ്, ഓക്കെ എനിക്ക് LLM സാധനങ്ങളും അല്ലെങ്കിൽ കോഡിങ് ടൂൾസും അല്ലെങ്കിൽ പുതിയ ടൂൾസൊന്നും എനിക്ക് ആവശ്യമില്ല, ലൈക്ക് ഞാൻ പണ്ടേ സൂപ്പറാണ് മെയിനാണ് എന്ന് വിചാരിച്ചാൽ ചിലപ്പം സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോഴും നോക്കുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ പാരസ് ചോപ്രയുടെ മറ്റേ ലോസ് ഫങ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലെ, അപ്പം അതിനകത്തോട്ട് പുള്ളി ഹയർ ചെയ്യും അല്ലെങ്കിൽ റിസർച്ചിന് ഹയർ ചെയ്യും. അപ്പം അടുത്ത് പുള്ളി കുറച്ച് പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ ഹയർ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുക. അപ്പം അവരെന്തുവാ നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ ആ ഒരു ലെവലിലോട്ട് എത്തുക. പിന്നെ നമുക്ക് മനസ്സിലാവും, അതിനകത്തും നമുക്ക് ഇപ്പം അങ്ങനെയുള്ള ഓർഗനൈസേഷനിലോട്ട് ഹയർ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതാണ് നമ്മുടെ കോമ്പറ്റീഷൻ. അപ്പം നമ്മൾക്ക് ഈ സ്കിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ, നമ്മൾ ഒരു കമ്പയറബിൾ ആവത്തുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തിനാണ് നമ്മൾ ലാക്കിങ്, നമ്മൾ എന്തിന് ഇമ്പ്രൂവ് ചെയ്യണം, എന്ത് ചെയ്താൽ ഞാൻ ആ ലെവലിലോട്ട് എത്തും, അല്ലെങ്കിൽ ഞാൻ കോമ്പറ്റീറ്റീവ് ആവും. മനസ്സിലായി? അപ്പം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഒരു കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പാണ്. അപ്പം നമ്മൾ കോമ്പറ്റീറ്റീവ് ആയിട്ട് നിന്നാൽ ഓഫ് കോഴ്സ്. മനസ്സിലായി. മറ്റേ ഞാനാണെങ്കിൽ ഒരു ഇപ്പം എനിക്കൊന്ന് ഇപ്പോഴും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞ സാധനം വാലിഡ് ആണ് തോന്നുന്നു. ഞാനൊരു ഹയറിങ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ബേസിക്കലി ഞങ്ങൾക്ക് ഇപ്പം എൻ്റെ കമ്പനി ആണെങ്കിലും ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ട്രബിൾ ഇതാ, എല്ലാവരും അപ്ലൈ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ജോലി വേണം, ബട്ട് very few are willing to work towards it. Yes, very few. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മാനേജ്മെൻറ്റിലാണെങ്കിലും ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ഓക്കെ ഇപ്പം ഇത്രയും ടൂൾസ് ഉണ്ട്, യൂട്യൂബും നേരത്തെ യൂട്യൂബും സ്റ്റാക്ക് ഓവർഫ്ലോയും വെച്ച് ലിമിറ്റഡ് ആയിട്ട് നമ്മളെല്ലാം വായിച്ച് പഠിക്കണമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നോട്ട്ബുക്കെല്ലാം കൊണ്ട് നമുക്ക് റിസോഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടൂൾസ് ഉണ്ടായിട്ടും the major thing that I'm facing is like basically people are just blank. ജോലി വേണം പക്ഷെ പഠിക്കാൻ പറ്റത്തില്ല. അപ്പം
അതെനിക്ക് തോന്നുന്നു ദാറ്റ്സ് എ റോങ് ആറ്റിറ്റ്യൂഡ്, എസ്പെഷ്യലി ഇഫ് യു ആർ തിങ്കിങ് ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവിൽ. എൻ്റെ രീതിയിൽ ദാറ്റ് വുഡ് ഹാം ഓർ ബാക്ക് ഫയർ യു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ അത്ര ഈസി അല്ല. ഒരു പണ്ട് എന്ന് വെച്ചാൽ നമ്മളൊരു സാധനങ്ങൾ ഇത്രയൊക്കെ പഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാൻ പറ്റും. എന്ന് വെച്ചാൽ ഈവൻ ഇൻ ദ സ്മോളർ കമ്പനീസിൽ നീ ഒരു ഇൻ ആൻഡ് അറൗണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇച്ചിരി ആപ്റ്റിറ്റ്യൂഡ് പഠിച്ചു, അല്ലെങ്കിൽ ഇച്ചിരി ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്തു, പിന്നെ ഇച്ചിരി എന്ന് വെച്ചാൽ ബേസിക്കലി ഇച്ചിരി ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചു, ഇച്ചിരി സിൻടാക്സ് ഒക്കെ പഠിച്ചു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഐ ഫീൽ ദാറ്റ് ഈസ് ഈ ഒരു ടൈം പണ്ട് ശരിയായിരിക്കും വർക്ക്ഔട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ ഈ ഒരു ഇനിയും വരാൻ പോകുന്ന എറയിൽ ഈ ഒരു കാറ്റഗറിയിലുള്ള ഇങ്ങനെ നോക്കുവാണെങ്കിൽ, ഇങ്ങനെ പ്രിപ്പയർ എനിക്ക് പാരാമീറ്റർ വൈസ് നോക്കുവാണെങ്കിൽ ബേസിക്കലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സാധനം ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഏതൊരു ഒരു എക്സ് ഓർ വൈ കമ്പനിയിൽ വേണ്ട ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് സോളിഡ് ആയിട്ട് അറിയാൻ ഉള്ള അണ്ടർസ്റ്റാൻഡിങ് കേപ്പബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ബിക്കോസ് ഞാൻ ഫേസ് ചെയ്യുന്നത് അതാണ്. ഹയർ ചെയ്യും ഞങ്ങൾക്കൊരു ഇപ്പൊ തന്നെ ഇപ്പൊ ഞങ്ങൾ കാരണം ഞാൻ ആ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. ബേസിക് ഇപ്പൊ ഞാൻ ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് ഹയറിംഗ് പോസ്റ്റ് ബേസിക്കലി ഓപ്പൺ ആക്കിയായിരുന്നു. ലൈക്ക് ദർ ആർ തൗസൻഡ്സ് ഓഫ് ആപ്ലിക്കൻസ് കമ്മിങ് അപ്പ്. ഓക്കെ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ബേസിക്കലി ഇവരെല്ലാം നല്ലതായിട്ട് പോകും. പക്ഷെ നമ്മൾ റെസ്യൂമേ നോക്കും, റെസ്യൂമേ വീട് ബേസിക്കലി നമ്മൾ ആക്ച്വലി സിറ്റ് ആൻഡ് കോൾ അറ്റ്ലീസ്റ്റ് ഒരു 100 പേരെ വിളിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ 100-നകത്തുനിന്നും ആൾക്കാർ ദി നോട്ട് ഫിറ്റ് ദെയർ. നിങ്ങള് ഫസ്റ്റ് റൗണ്ട് എന്തോ ലൈക്ക് കോളിംഗ് അവിടെ തന്നെ നിങ്ങൾ ലൈക്ക് ട്രിമൗട്ട് ചെയ്യും. ബിക്കോസ് നമുക്ക് ഫസ്റ്റ് ബിക്കോസ് ഞാൻ കോളിൽ എങ്ങനെ ഒരാളെ ഫിൽട്ടർ ചെയ്യുന്നത് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യുന്നത്? ബേസിക്കലി പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ, ദി ആറ്റിറ്റ്യൂഡ് ഓർ ദ വേ ഇൻ സ്പീക്കിംഗ്, റെസ്പോൺസിബിലിറ്റി എവിടെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ടൈം പറയുമ്പോൾ അവർ അവൈലബിൾ അല്ലെങ്കിൽ പ്രീ ഹാൻഡ് നമ്മളോട് ബിഫോർ ഹാൻഡ് നമ്മൾ അറിയിക്കും ഇത് ചെയ്യണം. നമുക്ക് ഒത്തിരി പ്രശ്നം വന്നിട്ടുണ്ട്. നമ്മൾ കോള് ഷെഡ്യൂൾ ചെയ്യും, ആ കോളിന്റെ 10-15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അവർ അവൈലബിൾ ആണ്. സോ ദോസ് കൈൻഡ് ഇസ് ഈ ഒരു പെർസ്പെക്റ്റീവിൽ ഇപ്പം ഞാൻ ആ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് വേ ഇസ് വാട്ട്. അപ്പോൾ അതൊരു ട്രിമ്മിങ് ഓഫാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതൊരു വേറെ പാരാമീറ്റർ. കോൾ ചെയ്തു, നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല ആറ്റിറ്റ്യൂഡ്, ടെക് അത്രയും ചോദിക്കത്തില്ല, ബട്ട് ഇൻ ആൻഡ് അറൗണ്ട് they are able to explain what they have learned. It need not be so many things. എനിക്ക് ഇത്ര അറിയത്തുള്ളൂ, പക്ഷെ ആ അത്ര അറിയാവുന്നത് അവർക്ക് നല്ലൊരു ഇൻട്രോ കൊടുക്കാൻ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ പറ്റും, അവരെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് തിങ് ഫോർ us. സോ അങ്ങനെ തന്നെ. പക്ഷെ അതിൽ ഇപ്പോൾ 100 പേരെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ജസ്റ്റ് 5 പീപ്പിളാണ് കിട്ടുന്നത്. ദാറ്റ് ഇസ് ദ മാർക്കറ്റ് ലേ ഔട്ട് നൗ. യെസ്, എക്സാക്ട്ലി. ഞാൻ ഇത്രയും നെഗറ്റീവായിട്ട് കാണുന്നില്ല. മേ ബി ബിക്കോസ് ഐ ആം ഓൺ ദി അതർ സൈഡ്. അല്ല, നീ നെഗറ്റീവ് അത് എനിക്ക് തോന്നുന്നു. ബേസിക്കലി ഇപ്പം നമ്മളെ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു ഇത്ര വർഷം കഴിഞ്ഞു. ഓക്കെ, സോ വി കൈൻഡ് ഓഫ് നോ ഹൗ ദ ഇൻഡസ്ട്രി റിവോൾവ്സ്, ഹൗ ദ ഇൻഡസ്ട്രി ഈസ് പ്ലേയിങ് ഔട്ട്. ഒരു കമ്പനി എങ്ങനെ വർക്ക് ചെയ്യുന്നു, കമ്പനിയുടെ നമ്മൾ സ്മോൾ സ്കെയിലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ലെസ് ദാൻ 5 പീപ്പിളും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം വി ആർ വർക്കിംഗ് അറ്റ് 100-150 ടീം, അങ്ങനെ എഞ്ചിനീയറിംഗ് ടീംസ്. അപ്പം നമുക്ക് 2 സ്പെക്ട്രം അറിയാം. സോ നമ്മളൊരു അടുത്തൊരു ഇന്റർവ്യൂ വരുവാണെങ്കിൽ നമ്മൾ ലാക്ക് ചെയ്യാൻ പോകുന്ന മേ ബി ഇച്ചിരി നോളജ് അല്ലെങ്കിൽ ഈ ഒരു സാധനം അറിയത്തില്ല, ബട്ട് ദാറ്റ് വി സ്റ്റിൽ ഹാവ് ദ എബിലിറ്റി ടു സ്പീക്ക് ആൻഡ് ടെൽ അപ്പ് ഫ്രണ്ട്. ആ സാധനം ഇപ്പം ലാക്കിങ്. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ LLMസിനോട് ചാറ്റ് ചെയ്യും തോറും അല്ലെങ്കിൽ നമ്മൾ അബ്സോർബ് ചെയ്യും തോറും the way to speak and way to write, way to communicate is a big gap. And also a style of communication മാറും തോന്നുന്നു. മാറും എന്ന് വെച്ചാൽ നമ്മള് LLM-നോട് സംസാരിക്കുന്നത് ഒരു ഡിഫറെന്റ് സ്റ്റൈലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്ന LLM-നോട്. അതുകൊണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഞാൻ നല്ലതായിട്ട് ചില ആൾക്കാർക്ക് they are not able to explain what they are for. അത് ഞാൻ പറയാൻ പറ്റേ, നമ്മുടെ നേച്ചർ ഓഫ് വർക്ക് കാരണമായിരിക്കും നമ്മൾ കൂടുതലും കോഡിംഗ് ടെക്സ്റ്റ് ആണ്, സ്ലാക്ക് ടെക്സ്റ്റ് ആണ്, LLM ടെക്സ്റ്റ് ആണ്. അപ്പം മറ്റേ ലൈക്ക് എന്താ പറയുന്നത്, ഓവർ വോയിസ് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര കുറവല്ലേ. അപ്പോൾ ഇവർക്കാർക്ക് ആ ഒരു പ്രാക്ടീസ് കാണത്തില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവരത്ര പ്രിപ്പയർഡ് അല്ലാത്ത. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊരു കുറേ കമ്പനി ലുക്ക്. സോ ഞാനെപ്പോഴും ഓർക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഇവിടെ ഉണ്ടെങ്കിൽ, ഇപ്പം ഇൻ കേസ് ഇഫ് യു ഹാവ് വീക്ക്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, then you'll have to make it up in the place of coding. As in like നിങ്ങൾ അതുപോലെ മാസ്റ്റർ. കാരണം ഇപ്പം
ഈ പ്രൈമറി തിങ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഇപ്പോഴും കോൺസ്റ്റന്റ് ആണ്. നേരത്തെ നമ്മുടെ സമയത്തും കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ്. എനിക്ക് തോന്നുന്നു അത് ഒരു കോൺസ്റ്റന്റ് സാധനം തോന്നുന്നു. ഇപ്പൊ പക്ഷെ ഇച്ചൂടെ സ്ട്രിക്റ്റർ ആയി, ഞങ്ങളൊക്കെ ഇച്ചൂടെ സ്ട്രിക്റ്റർ ആക്കി എന്ന് വെച്ചാൽ ബിക്കോസ് നമുക്കറിയാം ടു ആൻ എക്സ്റ്റെന്റ് കോഡ് ചെയ്യാൻ പറ്റും, അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് ഇത് എത്രത്തോളം നമ്മുടെ കസ്റ്റമേഴ്സിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. വലിയൊരു കസ്റ്റമർ നമ്മളോട് ഒരു ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയൽ വേൾഡ് സിനാരിയോയിൽ ആ കസ്റ്റമറിനെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി. പിന്നെ ചില ഹയറിങ്, ഞാനിപ്പം മറ്റേ സൈഡ്, നിങ്ങൾ മറ്റേ സൈഡിലായതുകൊണ്ട് ഞാൻ എൻ്റെ സൈഡിൽ പറഞ്ഞു, ചില ആൾക്കാർക്ക് ദി ആറ്റിറ്റ്യൂഡ് ഇസ് നോട്ട് റൈറ്റ്. അതൊരു വലിയ പ്രോബ്ലം. അപ്പം ഞാൻ ജസ്റ്റ് ലേ ഔട്ട് ചെയ്യുക എന്തൊക്കെയാണ് ഒരു കമ്പനി ആസ് ഇൻ ലൈക്ക് നോക്കുന്നത്. ഇപ്പം എല്ലാ കമ്പനി ഇതൊക്കെ നോക്കുമെന്ന് അറിയത്തില്ല, ബട്ട് especially for startups, ഒരു small company which is into bootstrapped, which is or might have a little bit of funding, പക്ഷേ ഇവർക്കിപ്പം അവർ സ്ട്രിക്റ്റർ ആക്കും. ഇവരുടെ പീപ്പിൾ എങ്ങനെയുള്ള ആൾക്കാരാണ്, എത്ര ഫാസ്റ്റിൽ ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റും, അറ്റ് ദ സെയിം ടൈം ആ കൾച്ചർ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ബിക്കോസ് കൾച്ചർ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരാളെ ഹയർ ചെയ്തിട്ട് അതിനെ ലേ ഓഫ് ഫയർ ചെയ്യുന്നതും അതൊരു എക്സ്പെൻസാണ്, അതൊരു ഹ്യൂജ് എക്സ്പെൻസാണ്. ബിക്കോസ് നമ്മൾ അത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്തു, എടുത്തു, പൈസയും കൊടുത്തു, പക്ഷേ ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. സോ ഇറ്റ്സ് എ ലോസ് ഫോർ ദ കമ്പനി ആസ് വെൽ. ഇപ്പം നമുക്ക് കമ്പനിക്ക് ഒന്നും ബാധിക്കുന്നില്ലെന്നുള്ള ഞാൻ മറ്റേ സൈഡിൽ ഇരുന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഇവർക്ക് എങ്ങനെയാണെങ്കിലും ഫയർ ചെയ്യാമല്ലോ. പക്ഷെ ഫയറിംഗ് ഓൾസോ കംസ് വിത്ത് എ കോസ്റ്റ്. റിപ്ലേസ് ചെയ്യാനായിട്ട് പിന്നെ ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം ഫയറിംഗ് രണ്ട് സൈഡിലും അത് ഈക്വലി ബാധിക്കും. ആൻഡ് ഫയറിംഗ് എ പേഴ്സൺ ഇസ് നോട്ട് എ ഗുഡ് ഫോർ ദ കമ്പനി ടു ടോക്ക് അബൌട്ട്. ഞാൻ ഇത്ര പേരെ ഫയർ ചെയ്തു, വലിയ കമ്പനിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം സോ ദാറ്റ് ഇസ് എൻ്റെ രീതിയിൽ ഈ ഒരു പാരാമീറ്റർ, കമ്മ്യൂണിക്കേഷൻ ഇസ് വൺ പാരാമീറ്റർ ദാറ്റ് കമ്പനീസ് ലുക്ക് ഫോർ. സെക്കൻഡ് ഇസ് ആറ്റിറ്റ്യൂഡ്. എന്ന് വെച്ചാൽ എല്ലാം അറിയണമെന്നില്ല. യു ഡോണ്ട് ഹാവ് ടു ബി, ഇപ്പം അരുണിൻ്റെ ഡയലോഗ് ഉണ്ട്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. അപ്പോൾ യു ഡോണ്ട് ഹാവ് ടു ബി എ മാസ്റ്റർ ഓഫ് എവറിത്തിങ്, ബട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നല്ല ആറ്റിറ്റ്യൂഡിൽ നല്ല സ്പിരിറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഗുഡ്. എന്ന് വെച്ചാൽ ബിക്കോസ് കോഡിങ് ഇപ്പം നിങ്ങൾ ഓർക്കുമായിരിക്കും എനിക്ക് ഇത്രയും ചെയ്യാനേ അറിയത്തുള്ളൂ, പക്ഷെ അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇസ് എൻ അതർ പോയിന്റ്. മൂന്നാമതാണ് സ്കില്ല് ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആസ് എ കമ്പനി. ബിക്കോസ് ഈ റീസെൻ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ആ ഇൻ്റർവ്യൂക്കകത്ത് എനിക്കറിയാം ഗ്യാപ്സ് ഉണ്ട്, പക്ഷെ എന്നെ ഇംപ്രസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഇൻ്റർവ്യൂവിനകത്ത്. എന്ന് വെച്ചാൽ ദ വേ ദാറ്റ് അവൻ്റെ തോട്ട് പ്രോസസ് ലേ ഔട്ട് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ദ വേ ഇൻ വിച്ച് ഹി ട്രൈ ടു എക്സ്പ്ലെയിൻ, പിന്നെ കുറച്ച് കാര്യങ്ങൾ അവൻ അറിയാത്ത, ഇവിടെ ഞാൻ സ്റ്റക്കാണ് എന്ന് നമ്മളോട് ഫേസ് ടു ഫേസ് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു ഹിന്റ് കൊടുത്തപ്പം ബേസിക്കലി അതെങ്ങനെ അതിനകത്തുനിന്ന് ബിൽഡപ്പ് ചെയ്യും. അപ്പം എനിക്ക് മനസ്സിലായി ഹീസ് എ ഗുഡ് കൊളാബറേറ്റർ. അപ്പം എനിക്ക് ഇവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവിടെ വന്നു. അപ്പം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഓവറോൾ ദി പാരാമീറ്റേഴ്സ് ഇവൻ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്യും. ബട്ട് ഫോർ സീനിയർ പീപ്പിൾ എനിക്കറിയത്തില്ല, ലൈക്ക് അത് ഡിപ്പെൻഡ്സ് ഓൺ. എനിക്കൊന്ന് സീനിയറിനെ അത്രയും അഫക്റ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഒരു പരിധി വരെ കുറേ സീനിയർ പീപ്പിളിന്, ചില സീനിയർ പീപ്പിൾ അറ്റ്ലീസ്റ്റ് ബേസിക്കലി ദേ നോ ദാറ്റ് ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യാൻ. അപ്പം അവർക്ക് ഇച്ചിരൂടെ നാവിഗേറ്റ് ചെയ്യാൻ ഈസിയാണ്. ഇത് ഇച്ചിരൂടെ ഞാൻ ഫേസ് ചെയ്യുന്നത് ലെസ് എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ. എന്ന് വെച്ചാൽ ലൈക്ക് ബേസിക്കലി ചില ആൾക്കാർ ഫ്രഷ് ടു ഇൻഡസ്ട്രി ആയിരിക്കും, അവർക്ക് വേണ്ടിയാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. ഓക്കെ, അപ്പം മൊത്തത്തിൽ എന്താണ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുമ്പം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? AI ജോബ്സിനെ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യും? വാട്ട് ഡു യു തിങ്ക്? ലൈക്ക് ഓവറോൾ ഈ ലേ ഓഫ്സിനെ കുറിച്ച് ആൾക്കാർക്ക് പേടിക്കണോ അതോ അത് പേടിക്കണ്ടായോ? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? എനിക്കൊന്ന് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഇപ്പോഴും സെയിമാ. ലൈക്ക് നമ്മുടെ ഡൊമൈനി സൂപ്പർ ആയിരിക്കുക, നമ്മൾ ആ ടോപ്പ് 1% എത്താനായിട്ട് സ്ട്രൈവ് ചെയ്യുക. ലൈക്ക് അത് രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ബേസിക്കലി നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ റെസ്റ്റ് ഓഫ് ഇറ്റ് നമുക്ക് അതെ അതെ. ഓക്കെ, അപ്പം നമുക്കിതാണ് പറയാനുള്ളത്. AI കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എത്ര AI വന്നാലും there is definitely a need for human people, at least
for the next 5 years I need Human people. people are humans. അപ്പം ഡെവലപ്പേഴ്സിന് ആവശ്യമുണ്ട്. ബിക്കോസ് ദർ ഇപ്പോൾ ഞങ്ങളുടെ പ്രീവിയസ് എപ്പിസോഡിൽ നമ്മൾ കുറേ വൈപ്പ് കോഡൊക്കെ ചെയ്ത് ഞങ്ങൾ മടുത്ത് അത് ഫ്ലോപ്പായി, അത് ഞങ്ങൾ ചതിച്ച സിറ്റുവേഷൻസും ഉണ്ട്. ഇത്രയും എഞ്ചിനീയറിംഗിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ പോലും, മനസ്സിലായി. അപ്പം എനിക്ക് തോന്നുന്നില്ല ടു എ നിയർ ഡൗൺ ദ ലൈൻ അങ്ങനെ ഫുള്ളി ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് വരുമെന്ന്. അപ്പം ഇവൻ ആന്ത്രിഷ് കാർപ്പതി പറഞ്ഞേക്കുന്നത് ലൈക്ക് ദിസ് ഈസ് ദ ഡെക്കേഡ് ഓഫ് ഏജൻസ് എന്നാ. അപ്പം ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ഉള്ള ഒരാളാണ് ആന്ത്രിഷ് കാർപ്പതി. പുള്ളി പറയുന്നത് ലൈക്ക് അത്രയൊന്നും ആയിട്ടില്ല നമ്മള് ഈ ഡെക്കേഡില് ഏജൻസ് പോപ്പുലർ ആവും, AGI ഒക്കെ എത്തുന്ന പുള്ളിയും പറയുന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇത് നിങ്ങളുടെ ഒരു പോസിറ്റീവ് നോട്ട്. അപ്പം നിങ്ങൾ സ്ട്രൈവ് ചെയ്യുക, ജസ്റ്റ് ലുക്ക് ഫോർവേഡ് ടു അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ചേഞ്ചസ്. കറക്റ്റ്. അപ്പം സോ കീപ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ആൻഡ് കീപ് ഫോളോയിങ് അസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സിന് സജഷൻ ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ കമൻസിലിടുക. ഓക്കെ, താങ്ക് യു. All right, bye-bye. ബൈ.